അങ്ങനെ ലേസ് പോലത്തെ സ്വിസ് പാപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ ലുസേൺ എന്ന സ്വിസ് നഗരത്തിലേക്ക് പറന്നുകൊണ്ടിരുന്നു. കാടും നാടും ഇതിനിടയിലുള്ളതെല്ലാമോ ഒന്നിനൊന്ന് സുന്ദരമാക്കുന്നതിൽ വെറും മാസാണ് സ്വിറ്റ്സർലാൻഡുകാർ എന്ന് ആദ്യ ദർശനത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ചെറിയ ഷോ കാണിക്കാൻ പറ്റുന്ന ഒരവസരവും വേസ്റ്റ് ആക്കിയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ കാണുന്ന സീറ്റിലേക്ക് മാറിയിരുന്ന് റിവർ വ്യൂ പിടിച്ചാലോ എന്ന് ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ ഈ ചേച്ചി അത് മാനത്ത് കണ്ടു. സ്വിറ്റ്സർലാൻഡിലെ ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷൻസിലേക്കുമുള്ള ഒരു ഹബ്ബാണ് ലുസേൺ. ഇവിടെ ഇറങ്ങിയ ശേഷം വേണം അടുത്തത് എവിടേക്ക് എന്ന് ആലോചിക്കാൻ. സൂറിക് HBയിലും വളരെ ചെറിയ സ്റ്റേഷനാണ് ലുസേൺ. ഒഴുകുന്ന ടൂറിസ്റ്റുകൾക്കിടയിലും നല്ലൊരു പ്ലസൻറ്റ് മൂഡായിരുന്നു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ. എങ്ങോട്ട് പോയാലും നല്ല ഭംഗിയുണ്ട്. പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ചലഞ്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഈ ഗൈസ് കൂടി എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കാണാം കേട്ടോ. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ലുസേൺ നദിക്കരയിലേക്ക് തുറക്കുന്ന സുന്ദരമായൊരു കവാടമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഹിസ്റ്ററിയും കൾച്ചറും ആർട്ടും സംസാരിക്കുന്ന ഒരുപാട് മ്യൂസിയമുള്ള നാടാണിത്. അങ്ങനെ ഒരു മ്യൂസിയത്തിലേക്ക് ഞങ്ങളുടെ മനസ്സും ഒഴുകിക്കയറി. അല്ല, ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. മൺഡേ ക്ലോസ്ഡ്. ഇന്ന് എന്താഴ്ച? ഇന്ന് ഫ്രൈഡേ ആണ്. ട്യൂസ്ഡേ ടു സൺഡേ 11 AM to 6 PM. 11:39 ആയി. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ ഒരുപാട് ഇവൻറ്റുകളുടെ പോസ്റ്റേഴ്സ് ഒരിടത്ത് നിരത്തി വച്ചിരുന്നു. ഹാരി പോട്ടർ ആൻഡ് ഹാഫ് ബ്ലഡ് പ്രിൻസ് എന്ന ചിത്രത്തിൻ്റെ തീമിൽ ഇവിടെ നടക്കുന്ന ഒരു സംഗീത സന്ധ്യയുടെ പോസ്റ്റർ എന്നെ അടാതെ ആകർഷിച്ചു. മായ ഡ്യൂനിയേറ്റ്സ് എന്ന ആർട്ടിസ്റ്റിൻ്റെ ക്ലാസിക്കൽ മ്യൂസിക്കും ഫൈൻ ആർട്സും സമൂലം ചേർത്തെടുത്ത ആർട്ട് ഇൻസ്റ്റലേഷൻസ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. തനിയെ വായിക്കുന്ന ഈ പിയാനോ പ്രസൻസ് ഇൻ ആബ്സെൻസ് എന്നൊരു തീമിലാണ് ഒരുക്കിയിരിക്കുന്നത്.
ഒരു കൂട്ടം മുത്തച്ഛൻ പിയോനകളാണിത്. ഐസേജിലെ മാമത്തുകളെ പോലെ മൂളുകയും മുരളുകയും അലറുകയും ഒക്കെ ചെയ്യുന്നവ. ഒന്നുണ്ടാക്കുന്ന ശബ്ദം മറ്റൊന്നിന് കാരണമാകുന്നു. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് സംഗീതം ഈ വൃദ്ധ പിയാനോമാർ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കാഴ്ചയെ ശബ്ദം കൊണ്ട് 25 ഫ്രെയിംസ് പെർ സെക്കൻഡിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഇൻസ്റ്റലേഷൻ. സൗണ്ട് ഫ്രീക്വൻസീസിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഒരു തലച്ചോറിൻ്റെ മാതൃകയാണ് എടുത്തത്. എവിടെയാണ് നമ്മൾ ശബ്ദങ്ങൾ അനുഭവിക്കുന്നത്? നമ്മുടെ റൂമിലാണോ, നമ്മുടെ ശരീരത്തിലാണോ, വസ്തുക്കളിലാണോ, അതോ നമ്മുടെ തലച്ചോറിലോ? കിളികളും പ്രാണികളും അടങ്ങുന്ന നാച്ചുറൽ സൗണ്ടുകളുടെ ഒരു സിംഫണി, ആ ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. എന്താ ഇവിടെ ഇരിക്കണ? മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്കുള്ളത് മനസ്സിനെ പുളകിതമാക്കിയ ഒരു വ്യൂ ആയിരുന്നു എന്ന് പറയാതെ വയ്യ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് തന്നെ വച്ചു പിടിച്ചു. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയും വിൻ്ററിൻ്റെ തണുപ്പ് ആഘോഷമാക്കുകയും ചെയ്യുന്ന മനുഷ്യരിലേക്ക് മുഴുകി ഒരുപാട് നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. This is just out of a dream. I find this even better than a movie. I don't think any camera can give you that sense of ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ലുസേൺ നദി സുന്ദരിയാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ പോരാ, അതിസുന്ദരി. വേറെ ഏതോ നാട്ടിൽ നിന്ന് നമ്മളെപ്പോലെ വന്ന് ഇവിടം വിട്ടു പോകാനാകാതെ ചില്ല് ചെയ്ത് നിൽക്കുകയായിരുന്നു ലല്ലുവും സുമയും. ബാക്ക് ടു ബാക്ക് പൊളി സീനറികൾ കണ്ട് ഞങ്ങളുടെ ഞെട്ടൽ തുടർന്നുകൊണ്ടേയിരുന്നു.
കുറച്ചു നേരം അവിടെ ലോസ്റ്റായി നിന്ന ശേഷം ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് നടന്നു. മുന്നിൽ കാണുന്നതാണ് ചാപ്പൽ ബ്രിഡ്ജ്. അതിനടുത്ത് കാണുന്നത് വാട്ടർ ടവർ. 14-ാം നൂറ്റാണ്ടിലെപ്പോഴോ മിലിറ്ററി ആവശ്യത്തിനായി ഇവിടുത്തുകാർ സെറ്റാക്കിയതാണ് ഇത് രണ്ടും. യൂറോപ്പിലെ തന്നെ ആദ്യത്തെ റൂഫുള്ള മരപ്പാലം എന്നൊരു ക്രെഡിറ്റും ഉണ്ട് ഈ മച്ചാൻ്റെ പേരിൽ. നിറയെ കടകളും റെസ്റ്റോറൻറ്റുകളും ഉള്ള നദീരത്തെ നടപ്പാതകളും ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വിശപ്പിൻ്റെ വിളി പെട്ടെന്ന് വന്നപ്പോൾ ലുസാൻ നദിയിലേക്ക് ഇറങ്ങുന്ന കൽപ്പടവിലിരുന്നിട്ട് സേവ് ചെയ്ത് വെച്ച സാൻഡ്വിച്ച് അകത്താക്കിയത് ഒരു വേറെ മൂഡ് പരിപാടിയായിരുന്നു. ഞങ്ങളുടെ വൈബ് പിടിച്ചാണോ അതോ സാൻഡ്വിച്ചിൽ അവകാശം പറയാനാണോ എന്നറിയില്ല, 2 ലോക്കൽസ് അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളത്ര അലമ്പന്മാരല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാവണം അവരതുപോലെ തന്നെ തിരിച്ചുപോയി. അതിമനോഹരമായൊരു ദിവസം ഉള്ളിൽ റിവൈൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ലുസാൻ നഗരത്തിൽ നിന്നിങ്ങനെ അകന്നുകൊണ്ടേയിരുന്നു. ഇനിയും വരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട്